ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പാറുവിനെയാണ്. പാറുവിനോട് മണിക്കുട്ടൻ പറയുകയാണ്, പാറു, നീ ഒന്ന് വിശാൽ സാറിനോട് പറഞ്ഞു നോക്ക്. വിശാൽ സാറ് നിന്നെയും ഇനി മുതൽ ഇവിടെ കിടത്തിയാലോ? അതെങ്ങനെയാ മണിക്കുട്ട ഞാൻ പറയുന്നത്? നീ അനുരാഗ വിവശയായിട്ടൊക്കെ പറഞ്ഞാൽ മതി, വിശാൽ സാർ അത് കേട്ടോളും. അതേസമയം വിശാൽ അങ്ങോട്ടേക്ക് വരികയാണ്. ഞാൻ ഇവിടെ നിന്നാലേ വിശാൽ സാറിന് നാണം വരും, ഞാൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് മണി അവിടെ നിന്ന് പറന്നു പോകുന്നു. തുടർന്ന് വിശാൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാനേ നിനക്കൊരു സമ്മാനമായിട്ടാ വന്നിരിക്കുന്നത്. സമ്മാനമോ? എന്തേ കാണട്ടെ എന്ന് പാറു പറയുമ്പോ വിശാൽ പറയുകയാണ്, നീ ഒന്ന് ഊഹിച്ചു നോക്ക് എന്തായിരിക്കുമെന്ന്. ഊഹിക്കാനൊന്നും നേരമില്ല, വിശാൽ സാർ തന്നെ പറ എന്താണെന്ന്. അതേസമയം വിശാൽ തന്റെ കയ്യിലെ പൊതിയിൽ നിന്ന് മുല്ലപ്പൂ എടുത്ത് പാറുവിനെ കാണിക്കുകയാണ്. ഇഷ്ടമായോ എന്ന് വിശാൽ ചോദിക്കുമ്പോ പാറു പറയുകയാണ്, മുല്ലപ്പൂ ഏത് പെൺകുട്ടിക്കാ ഇഷ്ടമല്ലാത്തത്, എനിക്കൊത്തിരി ഇഷ്ടമായി. ഞാനിത് ഗായത്രിയമ്മയുടെ ഫോട്ടോയിൽ ചാർത്തട്ടെ എന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, ഇത് ഞാൻ ഫോട്ടോയിൽ ഇടാനല്ല, നിനക്ക് വേണ്ടിയാ വാങ്ങിയത്, നിന്റെ മുടിയിൽ ചൂടാൻ വേണ്ടിയെന്ന് വിശാൽ പറയുമ്പോൾ മണി പറയുകയാണ്, ഇങ്ങനൊരു മണ്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേ കണ്ടിട്ടില്ല. ഞാനേ ആത്മഹത്യ ചെയ്യാൻ പോവുകയാ, എനിക്കിതൊന്നും കാണാനേ വയ്യ. മണിക്കുട്ട, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പാറു ചോദിക്കുമ്പോൾ മണി പറയുകയാണ്, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകില്ല, വിശാൽ സാറ് പറയുന്നതും മനസ്സിലാകില്ല. നിന്നോട് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തെന്ന് മണിക്കുട്ടൻ പറയുമ്പോൾ വിശാൽ പറയുകയാണ്, വിട്ടുകള മണി, ഇവള് ഗ്രാമത്തിലെ പെൺകുട്ടിയല്ലേ, ഇവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകാനേ കുറച്ച് സമയം വേണ്ടി വരും. ഇവളെ ഒരു സ്പെഷ്യൽ കേസാണ്, ഇവളിത് മനസ്സിലാക്കി വരുമ്പോഴേ സമയം കുറേ ആകും. ഈ മുല്ലപ്പൂവേ നീ തലയിൽ ചൂടിക്കുമെന്ന് വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ്, ഇത് മുഴുവൻ ഞാൻ തലയിൽ ചൂടണോ? ഇത് കുറേ ഉണ്ടല്ലോ, നിനക്ക് ആവശ്യമുള്ളത് നീ തലയിൽ വെച്ചാൽ മതി, ബാക്കി നമുക്ക് ബെഡിലിടാം. അതെന്തിനാ ബെഡിലിടുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പാറു പറയുമ്പോൾ മണി പറയുകയാണ്, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഞാൻ പോവുകയാ, ഗുഡ് നൈറ്റ്. ഈ മുല്ലപ്പൂ ഞാൻ തന്നെ നിന്റെ തലയിൽ ചൂടിത്തരാമെന്ന് പറഞ്ഞ് വിശാല് പാറുവിന്റെ തലയിൽ പൂ വെച്ച് കൊടുക്കുകയാണ്. എങ്കിലേ ഞാൻ എൻ്റെ മുറിയിലോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് പാറു പോകാനൊരുങ്ങുമ്പോൾ വിശാല് പാറുവിനെ പിടിച്ചു നിർത്തുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ഇപ്പോൾ വലിയ പേടിയാ, അതുകൊണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ കിടന്നാൽ മതി. ഇത്രയും നാളും ഒറ്റയ്ക്ക് തന്നെയല്ലേ കിടന്നത്, ഇപ്പോൾ എന്താ ഒരു പേടിയെന്ന് പാറുവും ചോദിക്കുന്നു. ഈ പേടി മാറാൻ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, നീ എൻ്റെ അടുത്തേക്ക് വാ, അപ്പോൾ എൻ്റെ പേടി തനിയെ മാറിക്കോളും. അങ്ങനെ വിശാൽ പാറുവിനെ ചേർത്ത് പിടിക്കുകയാണ്. അതെ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പാറു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജാസ്മിൻ അങ്ങോട്ടേക്ക് വരുന്നു. എൻ്റെ വഴിക്കെല്ലാം കുറുകെ വരാമെന്ന് നീ എന്താ വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? വഴി മാത്രമല്ലടി, നിന്റെ ജീവിതത്തിലും ഞാൻ കുറുകെ വരും. ഇന്ന് ഈ വീട്ടില് മരുമകളായി ജീവിക്കേണ്ടത് ഞാനായിരുന്നു. ഇട്ടുമൂടാനുള്ള സ്വത്തും പണവും ഉണ്ടായിട്ടും നീ എന്തോ ഇവിടെ ചെയ്യുന്നത്? പാത്രം കഴുകുകയും ടോയ്ലറ്റ് വൃത്തിയാക്കുകയും അങ്ങനെയൊക്കെ. ഈ സ്വത്തും പണവും കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതിന് പിന്നെ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വല്ലതുമായിരിക്കണം. കേൾക്കുന്ന പാറു പറയുകയാണ്, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്നതേ മറ്റൊരു കുടുംബത്തിലെ വിളക്കായി ചെന്ന് കയറാനാണ്, അവളുടെ ഭർത്താവിനെ നോക്കാനാണ്, അല്ലാതെ അവരുടെ സ്വത്തും പണവുമൊന്നും അപഹരിക്കാനല്ല. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും നീയും വിശാലും രണ്ടു മുറിയിലല്ലേ കിടക്കുന്നത്, അപ്പോൾ നീ കൂടുതലായിട്ടൊന്നും പറയണ്ട. അതെ ജാസ്മിൻ, ഞാനിപ്പോൾ എവിടെ നിന്നാ വരുന്നതെന്ന് നിനക്കറിയാമോ? എൻ്റെ മുഖം ചുവന്നിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? എൻ്റെ തലയിലുള്ള ഈ പൂ എവിടെന്നാ വന്നതെന്ന് നിനക്കറിയാമോ? അറിയില്ലെങ്കിലേ ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തരാം. ഞാനിപ്പോൾ വരുന്നത് വിശാൽ സാറിൻ്റെ മുറിയിൽ നിന്നാണ്. ഈ മുല്ലപ്പൂ എനിക്ക് ചൂടിത്തന്നതും വിശാൽ സാർ തന്നെയാണ്, എൻ്റെ ഭർത്താവ്. ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ പാറുവിനെ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് പ്രഭാവതിയും പ്രതാപനും കൂടി വരുന്നു. എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ഇവളെനിക്ക് ദാമ്പത്യ ശാസ്ത്രത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നെന്ന് ജാസ്മിൻ പറയുന്നു. അതിന് ക്ലാസ് എടുക്കാൻ മാത്രം ഇവൾക്ക് അനുഭവജ്ഞാനമുണ്ടോ എന്ന് പ്രതാപൻ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, പ്രതാപൻ സാറിന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമേ ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സമയം പോലെ ചോദിച്ചു മനസ്സിലാക്കിയാൽ മതി. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, അവളുടെ തലയിലുള്ള മുല്ലപ്പൂ വിശാൽ വാങ്ങിക്കൊടുത്തതാന്നാ അവൾ പറയുന്നത്, ആണോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ കള്ളം പറഞ്ഞ് എനിക്ക് ശീലമില്ലെന്ന് പറഞ്ഞ് പാറു താഴേക്ക് പോകുന്നു. തുടർന്ന് പ്രഭാവതി പറയുക, നീ ടെൻഷൻ അടിക്കാതെ ജാസ്മിൻ, അവളുടെ തലയിൽ ചൂടിയിരിക്കുന്ന മുല്ലപ്പൂ വാടാനേ അധികം സമയമൊന്നും വേണ്ട. വിശാല് നിന്റെ മാത്രമാ ജാസ്മിൻ, അതെന്താണെങ്കിലും ആർക്കും തടയാനേ സാധിക്കില്ല. ഇത് പ്രഭാവതിയുടെ വാക്കാണ്. പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറു ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അതേസമയം ക്ഷേത്രത്തിലുണ്ടായിരുന്ന 4 സ്ത്രീകൾ പറയുകയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാം, എല്ലാവരും തൊഴുതു കഴിഞ്ഞല്ലോ. അതേസമയം പാറു ക്ഷേത്രത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ അവർ ചോദിക്കുകയാണ്, കുട്ടി ഏതാ, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പേര് പാർവതി എന്നാ, ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് അല്ല ഈ ഭാഗത്തേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ താലിഭാഗ്യം കാക്കുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണെന്ന് പാറു പറയുമ്പോൾ അത് ശരിയാണെന്ന് അവിടെയുള്ളവർ പറയുന്നു. പ്രാർത്ഥിക്കുകയും കൂടാതെ 11 നാളികേരം ഉടയ്ക്കുകയും ചെയ്താൽ മതി. പിന്നെ പ്രാർത്ഥനയും നാളികേരം ഉടക്കലും എല്ലാം തന്നെ പെട്ടെന്നാകണം.
ഇത് അഹോരികൾ വരുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പൂജാരികളില്ല. അഹോരികൾ വന്നാൽ പിന്നെ ഇവിടെ പ്രാർത്ഥനയും നാളികേര മുടക്കലും ഒന്നും നടക്കില്ല. കാരണം അവരുടെ പാദസ്പർശം ഉണ്ടായാൽ പിന്നെ ഭഗവാൻ ധ്യാനത്തിലാകും. എല്ലാം പെട്ടെന്നായിക്കോട്ടെ. അവരുടെ വരവറിയിച്ച് കാറ്റും മിന്നലും എല്ലാം തന്നെ ഉണ്ടാകും. അത്രയും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോൾ ഒരു അഹോരി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. വിശാലിന്റെ ജീവന് വേണ്ടിയും കൂടാതെ തന്റെ താലിഭാഗ്യത്തിന് വേണ്ടിയും പാറു മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പാറു പ്രാർത്ഥിച്ചുകൊണ്ട് നാളികേരം മുടക്കുമ്പോൾ ആ സ്വാമി അങ്ങോട്ടേക്ക് വരികയാണ്. പെട്ടെന്ന് പാറു ഉടച്ച നാളികേരത്തിന്റെ ഒരു കഷ്ണം അദ്ദേഹത്തിന്റെ നെറ്റിയിൽ കൊള്ളുകയും മുറിവുണ്ടാവുകയും ചെയ്യുന്നു. ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു. ക്ഷമിക്കണം, അറിയാതെ പറ്റിയതാ. ഈ മുറിവിലിപ്പോ എന്താ പുരട്ടുക എന്ന് പറഞ്ഞ് പാറു അവിടെ ആകെ നോക്കുമ്പോൾ ആ അഹോരി പറയുകയാണ്, നിൽക്കവിടെ. നിന്റെ നെറ്റിയിലെ ഈ സീമന്തരേഖയിലെ കുങ്കുമം മായാതിരിക്കാൻ നീ എന്തു മരുന്നാ പുരട്ടാൻ പോകുന്നത്? നീ എന്തിനാ ഇവിടെ വന്നതെന്ന് അഹോരി ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാ വന്നതെന്ന് പാറു പറയുന്നു. ഇത് കേൾക്കുന്ന സ്വാമി പറയുകയാണ്, ഇല്ല, നിനക്ക് അവനെ രക്ഷിക്കാനേ ആകില്ല. ഇത് കേൾക്കുന്ന പാറു ഞെട്ടലോടെ സ്വാമിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.